ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണമണി കിഡ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമെന്ന് പറയാൻ പറ്റും. കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെയാണ് ഞാൻ തലയൊക്കെ മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട്. കൊള്ളാമോ ഗൈസ്? നല്ല ഭംഗിയാണ്. ചൂടൊക്കെ ആയതുകൊണ്ടാണ് മുട്ട അടിച്ചത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് വേറൊരു സ്ഥലമല്ല, ഇത് എൻ്റെ വീട് തന്നെയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സംഭവമാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് തോന്നുന്നത്? നമ്മൾ വിഷുവിന് കണിക്കൊന്ന ഇവിടെ നിറച്ചും പൂത്തിരിപ്പുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു കൊച്ചു മരം പോലെ വന്ന് വളർന്ന് ഇത്രയുമായതാണ്. ഒരു കൈ എത്രയും മാത്രമേ നമുക്ക് ദൂരമുള്ളൂ. ഇവിടെ നിന്ന് എൻ്റെ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്നാണ് എനിക്ക് ഇവിടെ നിന്ന് എടുക്കാമെന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. കൈ എത്തിയാൽ നമുക്ക് എത്ര വേണോ കണിക്കൊന്ന എടുക്കാം. അത്രത്തോളം തൊട്ടടുത്ത് ഇത്രയും ഒരു കൈ അകലമാണ് ഒരു കണിക്കൊന്ന, വലിയൊരു കണിക്കൊന്ന പൊടി ചെയ്യുന്നത്. കണ്ടില്ലേ? എല്ലാവരും കൃത്രിമ കണിക്കൊന്നയും പ്ലാസ്റ്റിക് കണിക്കൊന്നയൊക്കെ വയ്ക്കുമ്പോൾ നമുക്കിവിടെ വിഷുവിന് വയ്ക്കാൻ ഒറിജിനൽ കണിക്കുന്നുണ്ട്. ഞാൻ വിഷുവിൻ്റെ അന്ന് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തന്നതായിരിക്കും. ഇപ്പോൾ സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. ഉടനെ തന്നെ ഇടും. വിഷു ആയതിനു ശേഷം 2 ദിവസത്തിനും 1 ദിവസത്തിനും ഇടയ്ക്ക് ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഈ കണിക്കൊന്ന ഞാൻ എന്തായാലും പ്രത്യേകം കാണിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൊച്ചു വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഞാൻ ഇവിടെ ഇങ്ങനെ ടെറസിൻ്റെ എൻ്റെ മട്ടുപ്പാവിൻ്റെ മുകളിൽ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു, അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. 1 മിനിറ്റ് പോലും തികച്ചു വരില്ല. അപ്പം എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ചെയ്യണം. അടുത്ത ഞാൻ വിഷുവിൻ്റെ സ്പെഷ്യൽ വീഡിയോ വെച്ച് വരുന്നതായിരിക്കും. അതുവരെ ബൈ. എല്ലാവരും ലൈക്കും ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബൈ.